യെസ്, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, കുറച്ച് പേര് ജോയിൻ ചെയ്യാനുണ്ടല്ലോ. സോ വീഡിയോ ഓൺ ആവട്ടെ, എന്നാലല്ലേ എനിക്ക് സംസാരിക്കാൻ ഒരു ഉഷാറുണ്ടാവുള്ളൂ. ഹായ് രമേശ്. ഹായ്. യെസ്, നമ്മള് മുന്നേ കണ്ടിട്ടുണ്ട് അല്ലെ? നമ്മള് കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഉണ്ട്. ഇൻഷുറൻസിന്റെ അല്ലെ, അതല്ലേ ഫിനാൻസ്, വെൽത്ത് മാനേജ്മെന്റ്. വെൽത്ത് മാനേജ്മെന്റ്. യെസ് യെസ്, കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ ഇന്ന് ആക്ച്വലി ഒരു മീറ്റിംഗ് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും എന്താണ് ഈ 6 AM ക്ലബ് എന്ന് പറയുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോ ശരി, എല്ലാവരും 5 AM ക്ലബിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ 6 AM ക്ലബ് എന്താന്നുള്ളത് പലർക്കും അറിയാത്തൊരവസ്ഥ. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഇന്നിപ്പോ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചത്. മാത്രമല്ല ഇതിന്റെ റെക്കോർഡ് നമുക്ക് ഗ്രൂപ്പിലിടുകയും ചെയ്യാം, അപ്പൊ ആളുകൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് 6 AM ക്ലബ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ അതിന്റെ ഒരു അനുഭവ സാക്ഷിയാണ്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് എനിക്കത് പറയാൻ പറ്റുന്നത്. ആക്ച്വലി നമ്മുടെ 6 AM അല്ലായിരുന്നു, നമ്മുടെ 5 AM ആണ്. ഞാൻ എന്നെ സംബന്ധിച്ചോളം രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നൊരു സ്വഭാവം ജീവിതത്തിൽ തുടങ്ങിയതിന് ശേഷമാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നത്. അത് ചിന്തകളിൽ, സ്വഭാവത്തിൽ, ശരീരത്തിൽ, അല്ലെങ്കിൽ കൂട്ടുകെട്ടിൽ, നമ്മുടെ ഗോളിൽ, നമ്മുടെ മനസ്സിൽ, ഞാൻ തുടങ്ങി എല്ലാ കാര്യത്തിലും നമുക്കൊരു വലിയ മാറ്റം 5 മണിക്ക് എഴുന്നേൽക്കുന്നത് തൊട്ടിട്ട് വന്നിട്ടുണ്ട്. അതിന് പല നമ്മുടെ ഗുരുക്കന്മാര് അതിന് പ്രധാന കാരണങ്ങളാണ്. പിന്നെ റോബിൻ ശർമ്മ എന്ന് പറയുന്ന വേൾഡ് ഫേമസ് റൈറ്ററിന്റെ 5 AM ക്ലബ് എന്ന് പറയുന്ന ബുക്ക് അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോ ബേസിക്കലി നമ്മള് 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. 6 മണി വരെ, 5 മണി മുതൽ 6 മണി വരെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിനുശേഷം 6 മണി മുതൽ നമുക്ക് ഇരിക്കാം, ബിസിനസ് സംസാരിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ മിക്കവാറും, പ്രത്യേകിച്ച് ഇപ്പൊ മഴക്കാലൊക്കെയാണ്, ഇപ്പോഴത്തെ ഒരു രീതിയിൽ മിക്കവാറും 7 മണിയോട് കൂടി എഴുന്നേൽക്കുന്ന, അല്ലെങ്കിൽ 7 മണിയോട് കൂടി മാത്രം ആക്റ്റീവ് ആവുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ നാട്ടിലെ ഇപ്പൊ എല്ലാ ബിസിനസ്സുകാർക്കും, ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നവർക്കും ഉള്ളത്. അപ്പൊ അതൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറെങ്കിലും മുന്നേ ബിസിനസിനെ കുറിച്ച്, അതായത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആക്ച്വലി രാവിലെ 5 മണിക്കുള്ള ഈ ബിസിനസ് ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു 6-6:30 മണിയോട് കൂടിയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ അവസാനിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത്, അതായത് ക്ലാസ് അവസാനിക്കുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് നേരം നമ്മുടെ തലയിലൂടെ ഓടുന്ന കുറെ ഐഡിയകളുണ്ട്. അന്ന് ചെയ്യേണ്ടതായിട്ടുള്ളത്, നമ്മുടെ കമ്പനി അടുത്ത കുറച്ച് കാലങ്ങളിലേക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്, ഗോളുകള്, സ്ട്രാറ്റജികള്, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനങ്ങൾ, ടാക്ടിക്സുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു മാറ്റം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്തകൾ കയറി വരാറുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി കഴിഞ്ഞ 10-14 വർഷത്തോളം ഞാൻ കൊച്ചിയിലായിരുന്നു, ഇപ്പൊ ഞാൻ ബാംഗ്ലൂരായിരിക്കുന്നത്. അതിന് കാരണം ബാംഗ്ലൂരിലേക്ക് മാറി എന്നുള്ളതല്ല, ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്ന് ഈവൻ കൊച്ചിയിലാകുമ്പോഴും കംഫർട്ട് സോണിലാണോ എന്നുള്ള ഒരു സംശയം നിന്ന് മാറിയിട്ടാണ് നമ്മളൊക്കെ ബാംഗ്ലൂരിലേക്കൊക്കെ എത്തിയത്. കമ്പനി മാറി, കമ്പനിയുടെ ബിസിനസ് ശൈലി മാറി, നമ്മുടെ രീതികൾ മാറി, നമ്മുടെ ചിന്തകൾ മാറി. ഇപ്പോ 6 AM ക്ലബിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്,
നമ്മുടെ നാട്ടിൽ ഒരുപാട് സെയിൽസ് ട്രെയിനിങ്ങും അതുപോലെ ബിസിനസ് ട്രെയിനിങ്ങുകളും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജി ട്രെയിനിങ്ങുകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എല്ലാവരും ഇതിനെക്കുറിച്ചൊക്കെ അവെയർ ആണ്. എല്ലാ ബിസിനസ് ട്രെയിനേഴ്സ് ആണെങ്കിലും കോച്ചസ് ആണെങ്കിലും ഈവൻ ഞാനും ചെയ്യുന്നുണ്ട്, ട്രെയിനിങ്സുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു ഒരു പരിധിക്ക് മുകളിലുള്ള ഓൺട്രപ്രണേഴ്സിനെ മാത്രം ഉദ്ദേശിച്ച് നല്ല രീതിയിൽ ഫീസ് ചാർജ് ചെയ്ത് അവരോട് പണം മേടിച്ച് അവരെ വർക്കൗട്ട് ചെയ്ത് അതിൽ കൂടെ കുറെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പലരും ഇതിലേക്ക് ഒരു 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 ആവറേജ് ആയിട്ട് നിൽക്കുന്ന ബിസിനസ്സുകാർ അല്ലെങ്കിൽ ഒരു ആവറേജിന് താഴെ നിൽക്കുന്ന ബിസിനസ്സുകാര് ഈ ഒരു പ്രോഗ്രാമിന് ആക്ച്വലി ജോയിൻ ചെയ്യാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രെയിനിങ്ങുകൾക്ക് പോവാത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാണ് ഞാൻ ബേസിക്കലി കാണുന്നത്. ഒന്ന്, ഇങ്ങനത്തെ പരിപാടികളൊന്നും അറ്റൻഡ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇതിലൊന്നും മറ്റേ മാറ്റങ്ങളൊന്നും നമ്മളിൽ വരുത്താൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്തയാണ് ആക്ച്വലി. രണ്ടാമത്തെ കാര്യം, ഇതിനൊക്കെ കൊടുക്കാൻ വലിയ എമൗണ്ടുകൾ ചെലവാകും. അത് 1000 മുതൽ 10,000 മുതൽ 1,00,000 രൂപ വരെയൊക്കെ മേടിക്കുന്ന ട്രെയിനിങ് സെഷനുകളാണുള്ളത്. അതിലേക്ക് പൈസ ഒരുപാട് ചെലവാകും എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട്. ആ വിഭാഗത്തിനോട് എനിക്ക് പറയാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടം ബിസിനസ്സുകാർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അടുത്ത 21 ദിവസം നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി 21 ദിവസം നമ്മൾ തീർത്തും സൗജന്യമായിട്ട്, ഒരുപക്ഷെ ഈ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ മലയാളി സമൂഹത്തിൽ ആദ്യമായിട്ടായിരിക്കും 21 ദിവസം തുടർച്ചയായിട്ട് ബിസിനസ് ക്ലാസ്, ബിസിനസിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ബിസിനസ് ടോക്സ് നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അത് 1 മണിക്കൂർ നേരം ഫ്രീ ആയിട്ട് നടക്കുന്നത്. ഫ്രീ ആയിട്ട് നടക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. നമുക്ക് എപ്പോഴും ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവരുടെ ഐഡിയകൾ പുറത്തേക്ക് വരികയും അവർക്ക് ചിന്തിക്കാവുന്ന അല്ലെങ്കിൽ അവരോട് സംസാരിക്കാവുന്ന കുറെ കാര്യങ്ങൾ ആക്ച്വലി അവർക്ക് വേണ്ട കുറെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ വരുള്ളൂ. അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു 6 AM ക്ലബിന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരോടും പറയാനുള്ള കാര്യം, ഞാനൊരു മീറ്റിംഗ് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ നാളെ 6 മണിക്ക്, രാവിലെ 6 മണിക്ക് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഗ്രൂപ്പിൽ 100 പേരുണ്ട്, പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 8-9 പേര് മാത്രമേ ഉള്ളൂ. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സീക്കേഴ്സ് ആണ്. ഗ്രൂപ്പിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതെന്താന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസയുടെ പുറത്ത് വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നവരാണ് ഏകദേശം 50% ആളുകൾ. 50% അടുത്ത 50% ഒരു 20% 30% ആളുകൾക്കും മാറണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ അത് മാറുന്നത് അതൊന്നും ശരിയാവില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം വേറെ ആളുകളുണ്ട്. ഇതിലൊരു 10-20% പേര് മാത്രമാണ് ശരിക്കും മാറണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ആ മാറാനുള്ള തീരുമാനങ്ങൾ സ്വയം എടുക്കുകയും അതിനുള്ള വഴികൾ തേടുകയും ചെയ്യുന്നത്. ആ വഴികൾ, അവരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഈ പ്രോഗ്രാം. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഈ 100 പേരിൽ 100 പേരെയും ഉത്ബോധിപ്പിക്കുക, ബിസിനസ് പഠിപ്പിക്കുക, അത് നടപ്പിലാവില്ലെന്ന് നല്ല ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഞാൻ നമ്മുടെ ടീമിനോടും അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്കിലുള്ള ബിസിനസ്സുകാരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, എന്നോട് ചിലർ ചോദിച്ചു 100 ഇത് സൗജന്യമായിട്ട് കൊടുക്കേണ്ടത് തെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 20 മുതൽ 25 പേര് മാത്രമേയാണ് മാക്സിമം ഇതിൽ താല്പര്യപ്പെടുകയും സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നുള്ളൂ എന്നുള്ളതുമാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ഇവിടെ വന്നവർ അത് അഭിമാനിക്കണം. ഞാൻ അതിൽ ഇതുണ്ട്, ഏകദേശം ഇപ്പൊ 20% പറഞ്ഞാൽ 10% വന്ന് ജോയിൻ ചെയ്തു. ഞാൻ ഒരു ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിലെ ചേഞ്ച് എന്ന് പറയുന്നത് എടുക്കുന്നവർ നിങ്ങൾ തന്നെയാണ്. അത് ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളോട് പറയാവുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ചേഞ്ച് എടുക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് ചേഞ്ച് എടുക്കണമെങ്കിൽ വഴി പറഞ്ഞു തരാൻ, അതായത് ഒരു വഴിയിലൂടെ പോകുന്ന സമയത്ത് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ പോകേണ്ടതെന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന കുറച്ച് ആളുകൾ നമുക്കുണ്ട്. അത് ഞാനടക്കമുള്ള കുറച്ച് ആളുകൾ നമുക്കുണ്ട്. ഞങ്ങളത് പറഞ്ഞു തരാം. നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം, നിങ്ങളെ വഴി മാറ്റാം. അതിൽ കൂടുതൽ സപ്പോർട്ട് പേഴ്സണലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനും തയ്യാറായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോ നാളെ മുതൽ ഏകദേശം ജൂലൈ 21 തീയതിയാണ് നാളെ. അപ്പൊ നാളെ ഞായറാഴ്ചയാണ്. സാധാരണ എല്ലാ ബിസിനസ്സുകാരും മിക്കവാറും വീട്ടിലുള്ള ദിവസമാണ്, കിടന്നുറങ്ങുന്ന ദിവസമാണ്, ഫാമിലിക്ക് കൊടുക്കുന്ന ദിവസമാണ്. പക്ഷെ ഫാമിലിക്ക് കൊടുക്കാൻ മിക്കവാറും 7 മണി 8 മണിക്ക് ശേഷം നിങ്ങൾ ടൈം കൊടുത്തോളൂ. 6 മണിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ജോയിൻ ചെയ്യാം. 6 മണി മുതൽ 7 മണി വരെയുള്ള 1 മണിക്കൂർ ക്ലാസ്സുകൾ
എല്ലാ ദിവസവും അടുത്ത 21 ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ നേരിടുന്ന ചലഞ്ചസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ അറിയാതെ തന്നെ ചിലപ്പോൾ അതിൽ മനസ്സിലാക്കി തരും. സെയിൽസിനെ കുറിച്ച് സംഭവിക്കുന്നുണ്ട്, കസ്റ്റമറുടെ ബിഹേവിയറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ബ്രാൻഡിങ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇപ്പോൾ ഏറ്റവും പുതിയ ടെക്നിക്കൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടെക്നിക്കലായ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ടീം മാനേജ്മെന്റ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഒരു പോളിംഗ് നടത്തിയപ്പോൾ നമ്മൾ കണ്ടു ടീം മാനേജ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ട്. ടീം മാനേജ്മെന്റ്, ടീമിനെ എങ്ങനെ സെലക്ട് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം, അവരെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതല്ലാതെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ബിസിനസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ്സുകാരന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബിഫോർ ഇൻവെസ്റ്റ്മെന്റ്. അതായത് പൈസയ്ക്ക് മുന്നേ വേണ്ട കാര്യം അവന്റെ മനസ്സാണ്. അവന്റെ മനസ്സാണ് തീരുമാനിക്കുന്നത് ബിസിനസ് വിജയിക്കണോ തോൽക്കണോ എന്നുള്ളത്. റിസൈലൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമുക്കൊക്കെ താഴ്ചകൾ ഉണ്ടാവാം. ആ താഴ്ചകളിൽ നിന്ന് ഒരു സ്പ്രിങ് പോലെ തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്, റിസൈലൻസ്. ആ റിസൈലൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. നാളെ തന്നെ നമ്മൾ എടുക്കുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങളൊക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് സിഇഒ അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നാളെ തൊട്ട് സംസാരിക്കുന്നത്. ചിലപ്പോൾ നാളെ തീരും, അല്ലെങ്കിൽ നാളെയും നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഡിസ്കഷൻ ചെയ്യേണ്ടി വരും. അതിൽ ഡിസ്കഷൻ പോയിന്റിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിൾ. ഒരാളുടെ മൈൻഡ് സെറ്റ് തീരുമാനിക്കുന്നതാണ് കാര്യങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ മൈൻഡ് സെറ്റാണ്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് 5 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നോട് 2 തരത്തിലുള്ള ആൾക്കാർ സംസാരിക്കാറുള്ളൂ. ഒന്ന്, നിനക്ക് 5 മണിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുമോ എന്നുള്ളതും, ചിലർക്ക് 5 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാന്നുള്ളത്. 5 മണിക്ക് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനുള്ളതെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കഴിഞ്ഞ 2 വർഷത്തെ അല്ലെങ്കിൽ 3-4 വർഷത്തെ വളർച്ച എനിക്ക് നന്നായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് 5 മണിക്ക് ഈ പറഞ്ഞ 6 മണിക്കാരെ ഞാൻ 5 മണിക്ക് എഴുന്നേൽപ്പിക്കുന്ന സെറ്റപ്പിലേക്ക് കൊണ്ടുവരും. പെട്ടെന്ന് 5 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലർക്കും ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഡെഫിനറ്റ്ലി 5 മണിക്ക് നമ്മൾ പതിയെ എന്താണ് 5 മണിയുടെ ഗുണം, നിങ്ങൾ എങ്ങനെയാണ് അതിൽ മാറാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പാലിക്കേണ്ട മര്യാദകൾ അത് ഒന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടോ, ഒരൊറ്റ ആള് വീഡിയോ ഉണങ്ങിട്ടില്ല. തിരക്കാണ്, പ്രശ്നമാണ്, യാത്രയിലാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണ്. ചിലപ്പോൾ മക്കളൊപ്പം കളിച്ചുകൊണ്ടിരിക്കാവും, ചിലപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാവും, ചിലപ്പോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാവും. ഞാൻ പറയുന്നത് 6 മണി സമയം നാളെ തൊട്ട്, ഇപ്പൊ വൈകുന്നേരമാണ് തിരക്കൊക്കെ ഉണ്ടായിരിക്കാം, 6 മണി സമയം രാവിലെ ആ തിരക്കാണ് ഈ തിരക്കാണെന്ന് എന്നോട് പറയുന്നു. 1 മണിക്കൂർ സമയം പറ്റുകയാണെങ്കിൽ, നല്ല ഇന്റർനെറ്റ് ഉള്ള സൗകര്യത്തിൽ പറ്റുകയാണെങ്കിൽ 6 മണി മുതൽ 7 മണി വരെ ഫുൾ ടൈം വീഡിയോയും ഓണാക്കി വെച്ച് കൃത്യമായിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്ന പലരും പകുതി ശ്രദ്ധയിലാണ് ഇവിടെ ഇരിക്കുന്നത്, എനിക്കറിയാം, നല്ല ബോധ്യമുണ്ട്. വീഡിയോ ഓൺ ചെയ്യുക, വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അത് മൊബൈലിൽ തന്നെ മറ്റേ വെർട്ടിക്കൽ ശൈലി വെക്കാതെ ഹൊറിസോണ്ടൽ ലൈനിൽ വെച്ചിട്ട് ഫുള്ളി നിങ്ങളെ കാണുന്ന, ഇപ്പൊ എന്നെ കാണുന്ന രീതിയിൽ തന്നെ ഫുള്ളി കാണുന്ന രീതിയിൽ ആ ഒരു വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ 1 മണിക്കൂർ ചെലവഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ബിസിനസ് അപ്പൊ തന്നെ മാറാനുള്ള ചാൻസ്. ഇപ്പൊ അയ്യോ, എനിക്ക് എന്റെ ബിസിനസ്സിൽ എനിക്ക് ഇത്ര വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ, എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസിന്റെ ക്ലാസിന്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ എങ്ങനെ വല്ലതും നടക്കണം, എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടുമോ, ടിപ്പ് കിട്ടുമോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ ഒരു മൈൻഡ് സെറ്റിന്റെ പേരാണ് സിഇഒസ് ഡിസീസ് മൈൻഡ് സെറ്റ്. ഇതിനെക്കുറിച്ച് നമ്മൾ നാളെ സംസാരിക്കുന്നു. നാളെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എക്സ്പീരിയൻസ് കൊണ്ട് അഹങ്കാരികളായിട്ട് ബിസിനസ് താഴത്തേക്ക് പോകുന്നത് പോലും മനസ്സിലാക്കാത്ത ബിസിനസ്സുകാരെ കുറിച്ചും അവർക്ക് അത് എങ്ങനെ ബിസിനസ്സിലേക്ക്, ശരിക്കുള്ള ബിസിനസ് ലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നാളെ തുടങ്ങുന്നത്. ആഴിയിൽ ഉലയുന്ന കപ്പലിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്യാപ്റ്റന്റെ ജോലി. ആ ക്യാപ്റ്റൻ തെളിഞ്ഞ ആകാശവും പരന്ന കടലും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കപ്പലിൽ മുന്നോട്ട് പോവാം എന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കലും ആ കപ്പലിന്റെ ക്യാപ്റ്റനായിട്ട് സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം കടല് എപ്പോഴും എപ്പോ വേണമെങ്കിലും മാറാം. ചില സമയത്ത് പ്രക്ഷുബ്ധമാവാം, ചില സമയത്ത് ശാന്തമാവാം. ആ കപ്പലിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാപ്റ്റൻ
ആ ക്യാപ്റ്റന്റെ അതേ മൈൻഡ് സെറ്റ് ആയിരിക്കണം ഒരു കമ്പനിയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു ബിസിനസ്സുകാരന് അല്ലെങ്കിൽ ഒരു സിഇഒ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ പറയുന്നത് നാളത്തെ ഒരു ദിവസം കൊണ്ട് അതിന്റെ കാര്യങ്ങൾ അറിയില്ല. അടുത്ത 21 ദിവസം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആക്ഷനും നിങ്ങളുടെ ഐഡിയയും നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചുള്ള എക്സിക്യൂഷനും അതിന്റെ സ്ട്രാറ്റജീസും അതിന്റെ ടാക്ടിക്സുകളും അത് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതും സ്വയമേവ പഠിച്ച് മനസ്സിലാക്കി മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കാമെന്നും ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യാം തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സ് എന്താ പറയാ പവർഫുൾ ആക്കാനുള്ള, ഫിനാൻഷ്യലി നിങ്ങളുടെ മനസ്സ് സെറ്റ് ആക്കാനുള്ള, മെന്റലി നിങ്ങളുടെ മനസ്സ് സെറ്റ് ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്ത 21 ദിവസം കവർ ചെയ്യാൻ ശ്രമിക്കും. എല്ലാം നടത്തുമെന്നല്ല ഞാൻ പറയുന്നത്, നടത്താതിരിക്കാം, പക്ഷെ നടക്കാമായിരിക്കാം. എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ കുറെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, പരമാവധി നിങ്ങൾ ഇത് യൂട്ടിലൈസ് ചെയ്യുക. നെവർ ആഫ്റ്റർ ഇനി ഇങ്ങനെ ഒരു പരിപാടി ഞാൻ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 21 ദിവസത്തെ ഈ ഒരു പ്രോഗ്രാം നടത്തുമെന്ന് തോന്നുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കടന്നു പോയ സിറ്റുവേഷനിൽ ഇതുപോലൊരു സെഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുന്നേ എന്നോ എനിക്ക് വലിയൊരു പൊസിഷനിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പഠിക്കാൻ പോയത് ലക്ഷങ്ങൾ കൊടുത്തിട്ട് അത് പഠിച്ച് അതിന്റെ കാര്യങ്ങൾ, പ്രായോഗികപരമായ കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും തന്നെ അതിന്റെ റിസൾട്ട് അറിഞ്ഞവരാണ്. ആ റിസൾട്ട് അറിഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിൾ ആണ്. ഇതൊരു ഫ്രീ പ്രോഗ്രാമാണ്. ഈ ഫ്രീ പ്രോഗ്രാം എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും ഫ്രീ എന്ന് പറയുന്നത് അറിയോ, ചിലർക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല. ചിലർ പറയുന്നത് ഇയാളെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല. പൈസ മേടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഇരിക്കുന്ന സനീഷിനോടും സനീഷിയോടും മനോജേട്ടനോടൊക്കെ ചോദിച്ചറിയാം എത്ര രൂപയാണ് ഞാൻ യൂഷ്വലി ചാർജ് ചെയ്യാറുള്ളത്. ആ ചാർജ് ചെയ്യാതെ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് മാറ്റം വരാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു ക്ലാസ് റൂമിലെ പോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, എന്നാൽ അതിലെ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡന്റ് ആവുക. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ചലഞ്ചുകൾ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് ഈ ഒരു ബിസ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു 6 AM പ്രോഗ്രാമിനെ നമ്മൾ മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ പറയാം എന്നോട്. ഇപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യാം. എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ വീണ്ടും പറയുന്നു, നാളെ വരുന്ന സമയത്ത് ഇതുപോലെ ഓരോരുത്തരുടെ ഫോട്ടോ കാണാനും പേര് കാണാനുള്ള ഇട വരുത്തരുത്. രാവിലെ സമയമാണ്, ഇന്ന് തന്നെ റെഡിയാക്കി വെക്കുക. നിങ്ങൾ മാറിയിരിക്കുക ഒരു സ്ഥലത്ത്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ത് തന്നെ ആയാലും നമ്മൾ പ്രശ്നമല്ല. പരമാവധി ചുമരിന്റെ ഭാഗം വെച്ചിട്ട് നിങ്ങൾ ടേബിൾ മുന്നിൽ വെച്ച് ഒരു സ്റ്റാൻഡ്, എന്തെങ്കിലും ഇതുപോലത്തെ ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് മൊബൈലിനെ ചിരിച്ച് വെച്ച് സംസാരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് കോളുകൾ വരില്ല എന്ന് എനിക്കറിയാം. വാട്സപ്പിലെ ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ അല്ലാണ്ട് വേറൊരു മെസ്സേജുകളും വരാൻ ചാൻസ് ഇല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. 6, 8, 7 എന്ന് പറയുന്നത് നിങ്ങളാരും നിങ്ങളുടെ കാമുകിമാരോടോ കാമുകന്മാരോടോ സംസാരിക്കാൻ നിൽക്കാത്ത സമയമാണെന്ന് എനിക്കറിയാം. ലോകം ഉറങ്ങുന്ന സമയമാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ലോകം തിരക്കുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു മണിക്കൂർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം. ഇതൊരു വിജയമാക്കി മാറ്റുക എന്നുള്ളത് നിങ്ങളുടെ റിസൾട്ടിലാണ്. പക്ഷെ ഡെഫിനറ്റ്ലി ഇത് അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ബിസിനസ് സുഹൃത്തുക്കൾ ഉണ്ടാവും, അവർക്ക് ഷെയർ ചെയ്യുക. വെർത്താവും, 100% വെർത്താവും. എന്റെ മാത്രം ഒറ്റയാൾ പോരാട്ടോ അല്ലെങ്കിൽ ഒറ്റയാൾ പ്രകടനമൊന്നും ആയിരിക്കില്ല. നമുക്ക് ഇതിൽ തന്നെ നല്ല രീതിയിൽ ഇപ്പോ ഓരോ ഇതിനെ പറ്റി സംസാരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്ക് കാണിക്കാം, ട്രെയിനിങ്ങുകൾ നടത്താം. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഓരോ സെഷൻസ് അറേഞ്ച് ചെയ്യും. സെഷൻസിൽ നമ്മൾ ഒരിക്കലും ബിസിനസ് സംസാരിക്കില്ല. അതായത് നമ്മുടെ ബിസിനസ് ഇപ്പോൾ സനീഷിയുടെ മരുന്ന് എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ സെഷൻസിൽ നടക്കില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഗ്രൂപ്പിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഇതൊരു ഗ്രൂപ്പാക്കി വളർത്തി ബിസിനസ് നെറ്റ്വർക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളാണ് നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ 20 മിനിറ്റ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ ഏകദേശം ആ ഒരു റീച്ചായി. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. 6 മണിക്ക് എനിക്ക് 100 സിഇഒമാരെ ഉണ്ടാക്കണമെന്ന് ഞാൻ എപ്പോഴും സനീഷിയോട് പറയാറില്ല. സനീഷ് ഓർമ്മ ഉണ്ടല്ലോ, 100 പേർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ 100 പേരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എന്റെ സ്വപ്നം. അപ്പൊ ഞാൻ മനസ്സിലാക്കി എല്ലാവരുടെ അടുത്തും കാശില്ല, കാശില്ലാത്തവനും പഠിക്കട്ടെ, എന്നിട്ട് കാശുണ്ടെങ്കിൽ അവൻ കാശുണ്ടാക്കട്ടെ. ഞാൻ ഇപ്പോഴത്തെ ഒരാളോട് ഇപ്പൊ സംസാരിച്ചു വെച്ചുള്ളൂ, അദ്ദേഹം ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇല്ല,
ഞാൻ സംസാരിച്ചു വെച്ചുള്ളൂ. നിങ്ങൾ വളരുമ്പോഴാണ് എനിക്കും വളരാൻ പറ്റുള്ളൂ, ഞാൻ വളരുമ്പോഴേ നിങ്ങൾക്കും വളരാൻ പറ്റുള്ളൂ എന്നുള്ള വിൻ വിൻ സിറ്റുവേഷൻ, ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജിയാണ് നമുക്ക് ഡെവലപ്പ് ആക്കുന്നത്. ഇനി ചോദ്യങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ അടുത്ത 5-10 മിനിറ്റ് സംസാരിക്കാം. എനിബഡി. വീണ്ടും ഞാൻ പറയുന്നു, നല്ലൊരു സെയിൽസുകാരൻ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നവനാണ്. ചോദിച്ചോ, ഇതിൽ സെയിൽസുകാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചോദിച്ചോ. സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ രമേശ്, 20-25 പേരാവും നമുക്ക് ഉണ്ടാവുമെന്ന്. നോക്ക് ഫിഗർ നോക്ക്, 19 പേര്, 18 പേര്. 100-ൽ 25 പേരെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ നാളെ രാവിലെ. ആദ്യമേ പറഞ്ഞ പ്രശ്നം തീർന്നു. ചോദിക്കും, എനിവൺ, എനി ക്വസ്റ്റ്യൻ. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാം. സാർ നമുക്ക് രജിസ്റ്റർ ചെയ്യണോ വേറെ ഇനി, അതോ ലിങ്ക് വേറെ അയക്കുവോ, എങ്ങനെയാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്? ലിങ്ക് ഇതിലിപ്പോ രജിസ്റ്റർ ചെയ്തിട്ടല്ലേ ലിങ്കിൽ കയറിയത്? അതെ, അതിന്റെ ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യാം. മിക്കവാറും ഇതേ ലിങ്ക് തന്നെ ആയിരിക്കും 6 AM ക്ലബിന്, ഇതേ ലിങ്ക് തന്നെ ആയിരിക്കും. അടുത്ത 21 ദിവസം ഈ ലിങ്ക് ആയിരിക്കും. ഇതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നമ്മൾ തരും. ഇനി അഥവാ ഒരു ദിവസം ക്ലാസ് മിസ്സായാലും, അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മാറിപ്പോകേണ്ടി വന്നുകൊണ്ട് പേടിക്കണ്ട. നമ്മൾ നമ്മുടെ ആപ്പ് വഴി ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ. താങ്ക് യു. പിന്നെ വേറെ ചോദ്യം വരട്ടെ. ഞാൻ കുറെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മിണ്ടാതിരുന്നാലൊന്നും നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ആവില്ല കേട്ടോ. പറഞ്ഞോ. ഇല്ലേ സാർ, അത് സെഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ ചോദ്യങ്ങൾ വരുവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇന്നലെ ഞാനിത് ഈ ഒരു പ്രോഗ്രാം വിളിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോളിംഗ് നടത്തി കഴിഞ്ഞപ്പോ ആളുകൾക്ക് സംശയം, അതായത് ഇത് എന്താണ് എങ്ങനെയാണെന്ന് ചില സംശയങ്ങൾ ഉണ്ടായി. എന്നെ പരിചയമുള്ളവർക്ക് പോലും സംശയം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സെഷൻ വിളിക്കാം. വേറെ ജസ്റ്റ് ഒരു കാര്യം പറയാം. അല്ലെങ്കിൽ ഇന്നിപ്പോ ഞാനത് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് അപ്പോഴാവും ലിങ്ക് രജിസ്റ്റർ ചെയ്യുക, അപ്പോഴാവും നിങ്ങൾക്ക് കോള് വരിക, സാർ അത് കിടുന്നില്ല, ഇത് ചെയ്യുന്നില്ല. അപ്പൊ ലിങ്ക് നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ആയി, നാളെ തൊട്ട് അത് വർക്ക്ഔട്ട് അല്ലേ? അനിലെ വർക്ക്ഔട്ട് ആവില്ല അല്ലേ? നാളെ തൊട്ട് ഇതേ ലിങ്ക് തന്നെ അല്ലേ നമുക്ക്? നാളെ തൊട്ട് ഇതേ സെയിം ലിങ്ക് തന്നെ മതിയാവും. സെയിം ലിങ്ക് തന്നെ. അപ്പൊ നിങ്ങളുടെ മെയിലിൽ ലിങ്ക് കിടക്കും. അഥവാ ഇനി വേണമെങ്കിൽ അത് എടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും വാട്സാപ്പിൽ എവിടെയെങ്കിലും കോപ്പി ചെയ്തിടാം. ഇനി ആ ലിങ്ക് വേറെ ആൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ പേരാണ് വരിക, അത് ഓർക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ലിങ്ക് വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ മെയിലിലേക്ക് വന്ന അതേ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഇങ്ങനത്തെ കുറെ ടെക്നിക്കൽ കാര്യങ്ങൾ രാവിലെ വരും. നമുക്ക് അതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാൻ സമയമില്ല. രാവിലെ ഇരുന്നിട്ട് സാറേ എനിക്ക് നെറ്റ് കിട്ടുന്നില്ല, എനിക്ക് ലിങ്ക് കിട്ടുന്നില്ല, എനിക്ക് അത് ചെയ്യുന്നില്ല, ഇതൊന്നും പറ്റില്ല. 5:55 നിങ്ങൾക്ക് 5:50 നിങ്ങൾക്ക് ലൈനിൽ കയറാം. 10 മിനിറ്റ് മുന്നേ ഓപ്പൺ ആവണം. നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം, ഈ നിസാം ആരാണെന്നും സനീഷ് ആരാണെന്നും സുഷിൻ ആരാണെന്നും മെൽബിൻ ആരാണെന്നും പരസ്പരം ഡിസ്കസ് ചെയ്യാം. ക്ലാസ് നമുക്ക് 6 മണിക്ക് തുടങ്ങുമെങ്കിലും 10 മിനിറ്റ് മുന്നേ 15 മിനിറ്റ് പരിചയപ്പെടുക. പരിചയങ്ങളാണ്, നെറ്റ്വർക്കിംഗ് ആണ് കച്ചവടം. നിങ്ങൾ ഏത് ബിസിനസ് ഗ്രൂപ്പ് എടുത്തോ, അത് BNI ആയിക്കോട്ടെ, KBN ആയിക്കോട്ടെ, വേറെ ഏത് ഗ്രൂപ്പ് എടുത്തോളൂ, അൾട്ടിമേറ്റ് എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ്. അതിനൊക്കെ പോവാൻ 40,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം കൊടുക്കണം. ഇവിടെ വരാൻ അതൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ 21 ദിവസത്തെ കണക്ക്, ഇത് അറിയാത്തവർ എന്താ സനീഷ് 21 ദിവസത്തെ കണക്ക് എന്നറിയോ? ഒരു പുതിയ ഹാബിറ്റ് ഉണ്ടായി വരാൻ മിനിമം 21 ദിവസം, അതാണോ ഉദ്ദേശിച്ചത്? അതെ, ഒരു ഹാബിറ്റ് ഉണ്ടായിട്ട് വരാൻ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഇപ്പോ 6 മണിക്ക് എഴുന്നേക്കുക എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാണ് ഇവിടെ ഇരിക്കുന്ന നിസാമിനടക്കമുള്ള പലർക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊക്കെ രാത്രി വൈകി കടന്നുറങ്ങുന്ന ആളുകളാണ്. ഞാൻ 2 മണി വരെ 12, 12:30, 1 മണിക്ക് ചിലപ്പോൾ കടന്നുറങ്ങാൻ. പക്ഷേ 5 മണി 4:58 എന്ന് പറയുമ്പോൾ അലാം അടിക്കുന്നതിന് മുന്നേ ഞാൻ എഴുന്നേക്കും. അത് എന്റെ ശരീരത്തിൽ എന്നെ ഞാൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് കഴിഞ്ഞ 2-3 വർഷങ്ങൾ കൊണ്ട്. അതൊരു ഹാബിറ്റാണ്. എത്ര വൈകി കിടന്നാലും നമുക്ക് ആ 5 മണിക്ക് എഴുന്നേക്കും. ഉണരും, എഴുന്നേക്കുന്നല്ല, ഉണരും. അപ്പോ ഇത് ഹാബിറ്റായിട്ട് മാറാൻ, ഏതൊരു കാര്യവും നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറാൻ, നിങ്ങൾക്ക് ഒരു വലിയ കള്ളുകുടിയനാവണമെങ്കിൽ കണ്ടിന്യൂസ് 21 ദിവസം കുടിച്ചാൽ മതി. കുടിക്കാത്ത സനീഷി വരെ വലിയ കള്ളുകുടിയനാവും. ഓക്കെ, അതുപോലെയാണ് ഇത്. 6 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്.
ആദ്യത്തെ 21 ദിവസം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ പഠിപ്പിക്കൂ. ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന, അതായത് ഒരു സ്റ്റേജ് ആണത്, ഡിസ്ട്രക്ഷൻ സ്റ്റേജ്. അതായത് നമ്മുടെ ശരീരം റിജക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയമായിരിക്കും. 21 ദിവസം നിങ്ങൾക്ക് എഴുന്നേക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഈ ബിസിനസ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്വഭാവമായിട്ട് മാറും. ശരിക്കും 66 ദിവസം വേണം ഇതിന്റെ ഒരു ഫുൾ ഫ്ലഡ്ജിലേക്ക് നിങ്ങൾ മൊത്തത്തിൽ എത്താൻ വേണ്ടിയിട്ട്. ഞാൻ പറയണത് 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. പ്രശസ്തരായിട്ടുള്ള വലിയ വലിയ ആളുകൾ മുഴുവൻ വലിയ വലിയ ആളുകളാവുന്നതിന് പ്രധാനപ്പെട്ട കാര്യം അവരുടെ നോളേജോ അവരുടെ കമ്പനിയുടെ വലുപ്പത്തിന് അപ്പുറത്ത് അവരുടെ ഹാബിറ്റാണ്. 5 AM എന്ന് പറയുന്ന ഹാബിറ്റാണ്. അത് 5 AM എന്തൊക്കെ ചെയ്യും നമ്മൾ ഓൾറെഡി നിസാമെ നമ്മൾ പണ്ടൊരു ചലഞ്ചൊക്കെ 2 വട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. 5 AM ചലഞ്ച് ഇപ്പോഴും ഉണ്ട്. എന്റെ ഒപ്പം എഴുന്നേക്കാൻ താല്പര്യമുള്ളവർക്ക് 5 മണിക്ക് എഴുന്നേക്കാം. അതെങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം മാറ്റിയെടുക്കാന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ മാറ്റിത്തരാം. നോ പ്രോബ്ലം. സാറേ ഞാനൊരു ഹാബിറ്റ് ഉണ്ട് സാറേ. 5 മണിയായോ? ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇടാത്തതെന്ന് വെച്ചാൽ ആരും അതിനുവേണ്ടി വില്ലിങ് ആവുന്നില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. ഞാനിപ്പോ നമ്മളൊരാളെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഗുഡ് മോർണിംഗ് മെസ്സേജ് അങ്ങ് കിട്ടോ. അപ്പൊ എന്തറിയോ, നമുക്കൊരു വില കിട്ടും സമൂഹത്തിലൊരു സംഭവം എന്തറിയോ, ആദ്യത്തെ 20 ദിവസം രമേഷ് ഭായി നാളെ രാവിലെ 6 മണി തൊട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വീട്ടിൽ നിന്ന് ഫാമിലി, അത് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ, കുട്ടികള്, ബാക്കിയുള്ളവരൊക്കെ ചീത്ത വിളിക്കുന്നു. നിങ്ങൾക്ക് പ്രാന്താണോ ചോദിക്കും. ഈ പ്രാന്ത് അടുത്ത 21 ദിവസം അവർ കാണുമ്പോൾ അവർ ഉറപ്പിക്കും ഇയാൾക്ക് പ്രാന്തല്ല, ഇയാൾ എന്തോ കാര്യമായിട്ടുള്ള പണിയിലാണ്. പിന്നെ അവർ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. മേ ബി ഒരു 5 ദിവസം 10 ദിവസം കൊണ്ട് തന്നെ മാറ്റും. ഞാൻ 3 വർഷം ചെയ്താണ്, 3 വർഷം കണ്ടിന്യൂസ്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും എഴുന്നേക്കാൻ പറ്റുന്നത്. 5 മണിയൊന്നും പണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. എന്റെ അമ്മ എന്നെ മുന്തിത്തള്ളി 4 മണിക്ക് തുടങ്ങിയാലാണ് 6 മണിക്ക് എഴുന്നേക്കും. ഇപ്പൊ ഞാനല്ല, എന്റെ ബ്രദറിനെ ഇവിടെ ഉണ്ടായിരുന്നു. വ്യത്യാസമുണ്ട്. ഓക്കെ, ശനിയില്ല, ഞായറില്ല, മഴയില്ല, വെയിലില്ല, ഹോളിഡേ ഇല്ല, ഒന്നുമില്ല. 21 ദിവസം ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്തോ നിസാമ എന്നാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അന്ന് വരെ നമ്മളുണ്ട്. ഞാനത് നോക്കിയിട്ട് പോലുമില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം ഈ 21 ദിവസമല്ല ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നീട്ടി പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പറഞ്ഞു എനി ക്വസ്റ്റ്യൻ. ഞാനൊരു ഓപ്പൺ ആയിട്ട് കാര്യം ചോദിച്ചോട്ടെ, മിണ്ടാതിരിക്കുന്നവരോടാണ്. നാണമാവുന്നില്ലേ മിണ്ടാതിരിക്കാൻ? നിങ്ങളുടെ മനസ്സിൽ 100 ക്വസ്റ്റ്യൻസും വെച്ചിട്ട് ചോദിക്കാം, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കാൻ നാണമാവുന്നില്ലേ? അതുകൊണ്ട് മാത്രം നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ ക്ലാസ് തുടങ്ങുമ്പോൾ ക്ലാസ് സാക്കിർജി പറഞ്ഞത് ക്ലിയർ ആയില്ല. റേഞ്ചിന്റെ പ്രോബ്ലം. ക്ലാസ്സിലെ സാക്കിർജി പറഞ്ഞത് നെറ്റ് പ്രശ്നം ഒന്ന് ക്ലിയർ ആവുന്നു. കട്ടായിട്ട് കേൾക്കണം, ഒന്നും മനസ്സിലാവുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേട്ടില്ല. താങ്കൾ പറഞ്ഞ ഒന്നും ഞങ്ങൾ കേട്ടില്ല. നെറ്റ് എന്തൊക്കെയോ പറയുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. എനിവേ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നത് ബുദ്ധിമുട്ട് തോന്നില്ലേ? ചോദിച്ചോ, അടുത്തൊരു 5 മിനിറ്റ്. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ ക്വസ്റ്റ്യൻസ്. അഭിരാം പറഞ്ഞോളൂ. നമുക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജക്ട്സ് ആണോ പറഞ്ഞത്? ബിസിനസ് ആണോ ഇത്? സെൽഫ് ഡെവലപ്മെന്റ് അതാണോ അതോ ഓൺലി ബിസിനസ് ആണോ? ബിസിനസ് മാത്രമേ ഉള്ളൂ. സെൽഫ് ഡെവലപ്മെന്റ് ഞാനൊരു പേഴ്സണൽ കോച്ച് അല്ലാത്തടത്തോളം കാലം ഇതൊരു ബിസിനസ്സിനോട് ബന്ധപ്പെട്ട കാര്യം മാത്രമേ. സെൽഫ് ഡെവലപ്മെന്റിന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ, താങ്കൾ എന്റെ മറ്റേ ഗ്രൂപ്പിലില്ലേ, 21 ഡേയ്സിന്റെ ഗ്രൂപ്പിലില്ലേ? അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നാളെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വീണ്ടും ഞാനും കുറെ മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ. ഞാൻ എപ്പോഴും ഒരേ സ്റ്റൈലിൽ നിൽക്കില്ല, മാറിക്കൊണ്ടിരിക്കും. അപ്പോ നാളെ ചില ഡയറ്റുകൾ സ്റ്റാർട്ട് ചെയ്യും, നാളെ ചില സ്വഭാവങ്ങൾ മാറ്റും, അങ്ങനെ കുറെ കാര്യങ്ങൾ നാളെ തൊട്ട്. ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം മെയിനായിട്ട് 5 മണിക്ക് ഗ്രൂപ്പിൽ വന്നോളൂ. അപ്പൊ നമ്മൾ പറയാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, സംസാരിക്കാം. ശരി, സനീഷ് ജി പറയൂ. സാറേ ഇത് എല്ലാവരോടും ഒരു സജഷൻ ഞാൻ പറയാം. കാരണം ഇത് തുടങ്ങാൻ എളുപ്പമാണ്, ഇത് ശീലിക്കാനാണ് ബുദ്ധിമുട്ട്. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നിർത്തി പോരുതായിരുന്നു. ഞാൻ ഒറ്റ കാര്യം അതിൽ ഒന്നുകൂടി ഞാൻ അടുത്ത് പറയാം. ഇതും ബിസിനസ്സും ഒരുപോലെയാണ്. തുടങ്ങാൻ എളുപ്പമാണ് ബേസിക്കലി, അത് ശീലമായിട്ട് കൊണ്ടുപോകാനാണ്, ബിസിനസ്സായിട്ട് കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട്. അതെ.
അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മളിത് എന്നും 6 മണിക്ക് ഇതൊരു ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ടൈം ഒരുപാട് കിട്ടും. നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനും കുറേ സമയം കിട്ടും. അനുഭവം കൊണ്ട് പറയുക എന്ന് പറയണം. അതെ. സത്യം സാറേ. ഏകദേശം നമുക്കൊരു ഡേ ഫുള്ള് സെറ്റ് ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഒരു വൈകുന്നേരം വരെയുള്ള ഒരു ടൂർ പ്ലാൻ ഉണ്ടാക്കാനും ഒക്കെ സമയം കിട്ടും രാവിലെ ആകുമ്പോൾ. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഒരു ദിവസം ഒരു 8 മണി 9 മണിക്ക് വൈകി എണീച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അത് എന്തുകൊണ്ട് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുക. ഒരു കാര്യം നടക്കൂല 8 മണിക്ക് 9 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ. ഇനി അതിൽ വേറെ കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഈ പറഞ്ഞ സനീഷ് എന്ന് പറയുന്ന വ്യക്തി മറ്റേ വലിയ ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ട് വലിയ കൊമ്പത്തിരിക്കുന്ന മനുഷ്യനൊന്നും അല്ല കേട്ടോ. പക്ഷെ കഴിഞ്ഞ 6 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സിന്റെ ഡെവലപ്മെന്റ് എന്താണെന്ന് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു ആളാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ആദ്യം മാറ്റിയത് അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെ. ആസ് എ സിഇഒ ഞാൻ ആദ്യം പറഞ്ഞ ജനുവരിയിൽ എൻ്റെ അടുത്ത് ആദ്യം വരുന്ന സമയത്ത് സനീഷിയോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ കമ്പനിയുടെ സിഇഒ ആവുന്ന പറഞ്ഞത്. അതുവരെ പണിക്കാരനായിരുന്നു. ആ ബിസിനസ് അതാണ് അദ്ദേഹത്തിന്റെ ശീലം ആയിട്ട് മാറിയത്. അതാണ് അദ്ദേഹത്തിന്റെ കമ്പനി വരുമാനമായിട്ട് മാറിയത്. അല്ലാണ്ട് ഇവിടെ ചിലർ വിചാരിക്കുന്നുണ്ട് ഭയങ്കര വലിയ ബിസിനസ്സുകാരനാണ് സനീഷ്, അദ്ദേഹം പറയുന്നതൊന്നും എന്റെ ജീവിതത്തിൽ പ്രായോഗികമല്ല, അദ്ദേഹത്തിന് അടക്കുണ്ടാവും. ഇപ്പൊ ഞാനിവിടെ 5 മണിക്ക് എഴുന്നേക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ടിം കുക്ക് എന്ന് പറയുന്ന ആപ്പിളിന്റെ തലപ്പത്തുള്ള ആളാണ്. അത് പറഞ്ഞു അത് ആപ്പിളിന്റെ തലപ്പത്തല്ല, ഞാനൊരു ഓറഞ്ച് പോലും ആയിട്ടില്ല എന്നാ പറയാ. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് വലിയ രീതിയിൽ, വലിയ ലക്ഷറിയിൽ, വലിയ സെറ്റപ്പില്, വലിയ മക്കൾക്കൊക്കെ വളരെ സമാധാനപരമായിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല പരിപാടി, നല്ല എൻജോയ്മെന്റോ എന്ത് തന്നെയാണ് കൊടുത്ത് അങ്ങനത്തെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തുടങ്ങണം. പിന്നെ ചില സ്ത്രീകളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ടാവും ഞങ്ങൾ 4 മണിക്ക് എഴുന്നേക്കുന്നതാണ്. 4 മണിക്ക് എഴുന്നേൽക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നത് ഇന്ന് ഉരുളൻകിഴങ്ങ് വേണോ അതോ പയറ് കൊണ്ട് മതിയോ, ഉപ്പേരിയാണോ മറ്റേ തോരനാണോ കറിയാണോ എന്നാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് ഏറ്റവും ചെറിയ കാര്യം. ഭക്ഷണം ചെറുതാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ്. അപ്പോ സംഭവിക്കുന്ന കാര്യം എന്താ അറിയോ, ഈ ചെറിയ കാര്യത്തിൽ ചെലവാക്കുമ്പോൾ വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയോ നിങ്ങളുടെ മനസ്സോ ഒരു കാലത്ത് നിൽക്കില്ല. അതുകൊണ്ടാണ് ചെറിയ മൈൻഡ് സെറ്റ് ആയിട്ട് പോകും. അപ്പൊ അതിന്റെ വലിയ മൈൻഡ് സെറ്റ് എങ്ങനെയാന്നുള്ളതൊക്കെ നാളെ സംസാരിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിൽ സംസാരിക്കാം. ബാക്കി എനിത്തിങ് മോർ? രമേശ്, anything more? Any questions? നിസാം? നാളെ കാണാം നമുക്ക്. ഷുവർ. രാവിലെ നാളെ തുടങ്ങാം. രാവിലെ തുടങ്ങാം. നബുൽ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കുകയാണ്. ഇനി വിളിച്ചു വരുത്തുക എന്നുള്ളതല്ല. പണ്ട് സ്കൂളിൽ ആദ്യം ചോദിക്കുക ആരൊക്കെ ഉത്തരം പറയാന്ന് ചോദിക്കുക. അത് കഴിഞ്ഞ് ഉത്തരം പറയാത്തില്ലെങ്കിൽ ഓരോരുത്തരെ പിടിച്ച് ചോദിക്കും. നബുൽ, സോണി മോൻ, മാത്യു. സാറേ നമസ്കാരം. പറയൂ. സാറേ ഇതൊക്കെ ആകണമെന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഇതിൽ വന്നേക്കുന്നത്. നാളെ തൊട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിന് റെഡിയാണ് നമ്മൾ. ഒറ്റ കാര്യം എന്നറിയാം, നിങ്ങളുടെ മനസ്സ് 21 ദിവസം എനിക്ക് തന്നാൽ മതി. നിങ്ങളുടെ മനസ്സ് 21 ദിവസം എനിക്ക് തന്നാൽ മതി. അതായത് മടി ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില മനസ്സുണ്ട്, അതിട്ട് തന്നാൽ മതി. ബാക്കി നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. രജീഷ് രാജ് പറയൂ. രാവിലെ നീക്കണം എന്നുള്ള ഒരു ഇതിലാണ്. അതാണ് മെയിൻ ആയിട്ട്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു 4-5 കിലോ വരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എക്സസൈസും ഇതെല്ലാം. ടൈം കുറച്ചുകൂടി സനീഷ് സാർ പറഞ്ഞ പോലെ ടൈം കുറച്ചുകൂടി കൂടുതൽ കിട്ടും എന്നുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് അതിൽ നമുക്കുണ്ട്. കാരണം ലോകം മുഴുവൻ ഉറങ്ങുന്ന ഒരു സമയം, ആ സമയത്ത് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 1 മണിക്കൂർ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നു എന്നുള്ള ഒരു ഫീല് നമുക്കുണ്ട്. അതാണ്. അഭിരാം, നെറ്റ് പ്രശ്നം. നേരത്തെ നമ്മുടെ ഓക്കെ ശരി നോ പ്രോബ്ലം. ഓക്കെ മനസ്സിലായി. നാളെ രാവിലെ എനിക്ക് ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട്. നാളെ ഈ മടിയന്മാരായിട്ടുള്ള ചില ആളുകളെ വിളിച്ചുണർത്താൻ എനിക്കൊരു 4-5 ആളുകളെ ആവശ്യമുണ്ട്. ക്യാപ്റ്റന്മാരായിട്ടോ ലീഡർമാരായിട്ടോ. അത് ആരാവും എന്നുള്ളത് ഗ്രൂപ്പിലിട്ടേക്ക്. ഞാൻ ആവാമെന്ന് പറഞ്ഞു വരുന്നവരാണ് എനിക്കിഷ്ടം. ഞാൻ ലീഡർ ആവാമെന്ന് പറയുന്നവരാണ് എനിക്കിഷ്ടം. അവരാണ് കമ്പനികളെ നയിക്കാനും കൊണ്ടു നടക്കാനും കെൽപ്പുള്ളവർ. പണി ഇത്രയേ ഉള്ളൂ. മടിയന്മാരായിട്ട് ഓരോരുത്തർക്കും ഒരു 4-5 പേരെ അസൈൻ ചെയ്ത് തരും. അവരെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ജോലി.
അവരെ എഴുന്നേൽപ്പിക്കുക, അവർക്ക് കാര്യങ്ങളെല്ലാം പക്കയാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അവർക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ത്രൂ അല്ലെങ്കിൽ നേരിട്ടോ പറയാൻ പ്രേരിപ്പിക്കുക. ഇതിൽ മിണ്ടാതിരിക്കുന്ന കുറച്ച് പേരുണ്ട്. ആ മിണ്ടാത്തവരെ മിണ്ടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ബിസിനസ് എപ്പോഴും മുന്നോട്ട് വരുന്നവർക്ക് മാത്രമുള്ളതാണ്. ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി ലോകം അവിടെ മുഴുവൻ കിടന്ന് ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ കാശുണ്ടാക്കുന്നു. അത് മനസ്സിലാക്കിയാൽ മതി. എനിവേ, മെൽബിൻ. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം, പറയൂ. എനി ക്വസ്റ്റ്യൻസ്, എനി ഡൗട്ട്സ്? 6 മണിക്കൊന്നും അങ്ങനെ എഴുന്നേക്കാറില്ല, അപ്പൊ നോക്കാം. നോക്കാന്നല്ല, ചെയ്യാമെന്ന് പറയാം. ചെയ്യാം. ഓക്കെ, ചെയ്യാമെന്ന് പറയാം. ചെയ്യാം. അപ്പൊ അതുപോലെ ഇത് അല്ല, ഒരു കാര്യം ചോദിക്കാണ്ട്, എന്തൊക്കെ ടോപ്പിക്സ് വരും ഇതില്? നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ബിസിനസിനോട് ബന്ധപ്പെട്ട മാർക്കറ്റിംഗ്, സെയിൽസ്, ഫിനാൻസ്, ടീം മാനേജ്മെന്റ് എല്ലാം സംസാരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതിനോട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ എനിക്ക് അറിയാവുന്ന എല്ലാ ടോപ്പിക്കുകളും ഞാൻ എടുക്കും. അല്ലാതെ പുറത്തുനിന്ന് നമുക്ക് ഗസ്റ്റുകൾ ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മൾ വൺസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെയാണ് വേണ്ടത്, ഞാൻ ആദ്യം ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അഭിപ്രായം പറയാം, ഡെഫിനറ്റ്ലി. ഇനി വേറൊരു കാര്യം, ഗ്രൂപ്പ് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കാനുള്ള ഒരു സെറ്റപ്പ് ആക്കി മാറ്റണ്ട. അങ്ങനെയാണെങ്കിൽ അഡ്മിൻ ഓൺലി ആക്കിയിട്ട് ഞാൻ തന്നെ അയച്ചോളാം. നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സജഷൻസും ഒക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ അങ്ങ് ഒരു പരിപാടി നടത്തി അത് തന്നെയാണെന്ന് വിചാരിക്കുന്നില്ല. മാറ്റാൻ ഞാൻ ഫ്ലെക്സിബിൾ ആണ്. ഞാൻ ഓക്കെ. ഭവ്യ, എനി ക്വസ്റ്റ്യൻസ്? ഇല്ല സാർ, ഞാൻ ഓൾറെഡി 5am ക്ലബിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു കൊല്ലമായിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ബിസിനസ് എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് അറിയുന്നില്ല. ഞാനിപ്പോ ഒരു 6 മാസമായിട്ടുള്ളൂ ബിസിനസ്സിലേക്ക് വന്നിട്ട്. ഞങ്ങൾക്ക് ഒരു ക്ലീനിങ് കമ്പനിയാണ്. അപ്പോ സാറിന്റെ ക്ലാസ് കേൾക്കാനുള്ള ഒരു ആകാംക്ഷയാണ് നാളെ തൊട്ട് ഞാൻ. നമുക്ക് ചെയ്യാം കേട്ടോ, ഉറപ്പായിട്ടും. ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഷുവർ. ഇനി ആരാണ് നമ്മൾ പരിചയം അധികം ഇല്ലാത്ത ആളുകളെ സംസാരിപ്പിക്കുന്നതാണ്? സുബൈർ ലൈനിലുണ്ടോ? പിങ്കി വീഡിയോ ഓൺ ആക്കിയില്ല, മേ ബി ട്രാവലിംഗ്. ഓക്കെ, അജി ചെറിയ. ഓക്കെ, ഞാൻ ട്രാവലിംഗിലാണ് സാർ, അതാണ്. അപ്പൊ നാളെ രാവിലെ കാണാം 5:50 ഞാൻ റെഡി ആയിരിക്കും. അപ്പോ നീങ്ക റെഡിയാ? അത് മാത്രമേ എന്റെ ചോദ്യമുള്ളൂ. എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കണം. നിങ്ങളുടെ ചോദ്യങ്ങൾ, കാര്യങ്ങൾ, സംശയങ്ങൾ തീർക്കണം. ഓക്കെ, അപ്പോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് 21 days. വെൽക്കം ടു BizTalks at 6 AM Club. Thank you very much. Thank you, sir. Thank you. Thank you. Thank you, sir.